രാവിലെ 8 മണിയാവാറാകുമ്പോൾ ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ അൻവർക്കാൻ്റെ ഷോപ്പുള്ളത്. ഷോപ്പ് തുറന്നാൽ എന്നും പതിവ് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും കേട്ടോ. പാല് വരും, ബേക്കറി വരും, പിന്നെ കുറേ അങ്ങനെ ഓരോ ഐറ്റംസുകളൊക്കെ വരും. അതൊക്കെ അടക്കി ഒതുക്കി വെക്കാനുണ്ടാവും. പിന്നെ പൊടി തട്ടാൻ, അടിച്ചോരാൻ, തുടക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡെയിലി ചെയ്യണതുണ്ട്. ഞാനിവിടെ വന്നിട്ട് 9 മാസമായി. അതിൽ ജനുവരി മുതലാണ് ഞാൻ ഈ ഷോപ്പിലിരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ ഞാൻ ഇക്കാൻ്റെ ഷോപ്പിലായിരുന്നു. ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 മാസം ഇരുത്തിയതാണ്. പക്ഷേ ഞാൻ ഭാഷ ഒന്നും പഠിച്ചില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ മലയാളം പറയാൻ തുടങ്ങി, എൻ്റെ ഷോപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ. പിന്നെ ഈ വക പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ രാത്രി കണക്ക് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ രാവിലെ വന്നാൽ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് എഴുതാൻ നിൽക്കും. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുള്ള ആളായിരുന്നു കേട്ടോ ഞാൻ ചെയ്യുകയും ചെയ്തായിരുന്നു കേട്ടോ. നാട്ടിലാവുമ്പോഴും അതെ. നാട്ടിൽ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോണ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി പേപ്പർ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഞാൻ അതിന് വേണ്ട ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പേപ്പർ കമ്മൽ ഉണ്ടാക്കിയിട്ട് ഞാൻ 600 രൂപയ്ക്ക് വിറ്റു. അതാണ് എൻ്റെ ഫസ്റ്റ് ഏണിങ്സ്. കുറേ ബിസിനസ്സുകൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി പിന്നെ പറയാം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചാണ് കേട്ടോ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കസ്റ്റമേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ സെൻറ്റാങ്കിൾ ആർട്ടും വരച്ചു. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, അത് കഴിച്ചു. രാത്രി ഷോപ്പ് അടച്ചതിന് ശേഷം ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇവിടെ അടുത്തുള്ള മദീനയിലേക്ക് പോയിട്ടോ. നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നെസ്റ്റോൾക്ക് പോയി. വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ നെസ്റ്റോൾക്ക് പോയത്. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് നെസ്റ്റോൾക്ക് പോകാൻ വേണ്ടിയിട്ട്.